മൂന്ന് നേരം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും ലോകം നേരിടുന്ന ഏറ്റവും വലിയ അഡിക്റ്റീവ് സബ്സ്റ്റൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. ഈ ലോകത്ത് ആൽക്കഹോൾ, നിക്കോട്ടിൻ എന്നിവയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ അഡിക്ഷൻ തരുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് നത്തിങ് ബട്ട് ഷുഗർ ഓർ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. എന്തുകൊണ്ടാണ് ഇത് അഡിക്റ്റീവ് ആവുന്നത് എന്നറിയാമോ? നമ്മുടെ ആഹാരത്തിൽ നമ്മൾ പ്രോട്ടീൻ ആണ് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ എന്ന് കരുതുക. സേ ഫോർ എക്സാമ്പിൾ ചിക്കൻ, മീറ്റ്, എഗ്സ്, പ്ലാന്റ് പ്രോട്ടീൻ എന്തോ ആവട്ടെ, അത് ഒരു പരിധിക്ക് മുകളിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. വയറ് നിറയും, എ ഫീലിംഗ് ഓഫ് സറ്റൈറ്റി. ഇനി ഫാറ്റ് ആവട്ടെ, നെയ്യ്, കൊഴുപ്പുള്ള ആഹാരം, ഇവയെല്ലാം ഒരു പരിധി കൂടുതൽ എന്തായാലും കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ആൽക്കഹോളിന്റെ കാര്യം എടുക്കാം. അതൊരു പക്ഷേ നിങ്ങൾക്ക് വയറ് നിറയുന്നതിലും കുറച്ചുകൂടി കൂടുതൽ കഴിക്കാൻ പറ്റും അല്ലെ? ഇതുപോലെയാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ഓർ ഷുഗേഴ്സ്. ഈ പ്രോട്ടീനും ഫാറ്റും നമ്മുടെ ശരീരത്തിന് ന്യൂട്രീഷന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നാൽ കാർബോഹൈഡ്രേറ്റ് അങ്ങനെയല്ല. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ ഹോർമോൺസ് അധികമായി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫീൽ ഗുഡ് ഹോർമോൺസ്. തന്മൂലം തന്നെ ഒരു ലിമിറ്റിന് കൂടുതലായിട്ട് നമുക്കിത് കഴിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഷുഗർ ക്രേവിങ്സും അതുപോലെ തന്നെ അരി ആഹാരത്തോടുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് നമുക്കെല്ലാവർക്കും ഗ്രാജുവലി ഡെവലപ്പായി വരുന്നത്. ഈ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം തന്നെ ഒരു ഹാപ്പി ഫീലിംഗ് ഉണ്ടാവുകയും ഒരു ലിമിറ്റിന് പുറമെ നമുക്ക് ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സ് കഴിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആൽക്കഹോളും നിക്കോട്ടിനും നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ കാണിക്കുന്ന അതേ ആവേശം ഈ റിഫൈൻഡ് കാർബ്സ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ഒന്ന് ലിമിറ്റ് ചെയ്യാനെങ്കിലും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്.